ഹലോ വാട്ട്സ്അപ്പ് എവ്രി വൺ വെൽക്കം ടു ഷീ മൂവ്സ്. ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. കുറേ കാലത്തിന് ശേഷം കൂടി പോകുന്ന ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണിത്. പക്ഷേങ്കിൽ നമ്മൾ മാസങ്ങളായിട്ട് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പോകുന്ന സ്ഥലം ഞങ്ങളുടെ ലിസ്റ്റിൽ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കൺട്രിയിൽ പോകാൻ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റ് നട്ടപ്പാതിരക്ക് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ കണ്ണൂരിൽ നിന്ന് നേരെ കാലിക്കറ്റിലേക്ക് വന്ന് അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതെൻ്റെ ആദ്യത്തെ ട്രാവൽ വ്ളോഗാണ്. ക്യാമറേൻ്റെ ആംഗിൾ എങ്ങനെയാണെന്നോ എവിടെ വെക്കണോ എവിടെ നോക്കണമെന്നോ ഒരു ഐഡിയ ഇല്ലാത്തൊരു വ്ളോഗായിരിക്കും ഇത്. ഉറക്കം തൂങ്ങിയിരിക്കുമ്പോൾ കോഫി കുടിക്കുന്നത് വളരെ നല്ലതായതുകൊണ്ട് അതും കുടിച്ചിരിക്കുമായിരുന്നു. അപ്പോഴേക്കും ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലൈ ചെയ്യാനുള്ള ടൈമായി. പിന്നെ ഫ്ലൈറ്റും സ്കൈയും ക്ലൗഡും മൂണും ഒക്കെ എൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഈ മുഖത്ത് നന്നായിട്ട് കാണാനുണ്ട്. അതുമാത്രമല്ല വിൻഡോ സീറ്റും കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. ലാൻഡ് ചെയ്യുമ്പോഴേക്കും രാവിലെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എത്തി. വെൽക്കം ടു മലേഷ്യ. ഉറക്കൊന്നും അത്ര ശരിയാവാത്തതുകൊണ്ട് ഉച്ചവരെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ടൈമുണ്ട്. അത് കഴിഞ്ഞ് നേരെ സിറ്റി ടൂറും. കുറച്ച് നേരം എയർപോർട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഞങ്ങളെ പിക്ക് ചെയ്യാനുള്ള കാറൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഞാൻ കാറിൽ നിന്ന് കണ്ട കുറച്ച് വിഷ്വൽസും കൂടെ ഇവിടെ ആഡ് ചെയ്യാം. ഇതാണ് ഞങ്ങൾ മലേഷ്യയിൽ പോയിട്ട് ഫസ്റ്റ് വിസിറ്റ് ചെയ്ത സ്പോട്ട്, ഇസ്താന നഗര, അതായത് ഇവിടുത്തെ കിങ്സ് പാലസ്. ഈ ഗോൾഡൻ ഗേറ്റും ഡോമും ഒക്കെ മലേഷ്യൻ ആർക്കിടെക്ചറും പിന്നെ ഇതിൻ്റെ റിച്ച് ഹെറിറ്റേജും റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് നേരെ മലേഷ്യൻ നാഷണൽ മോണ്യുമെൻറ്റ് ടുഗു നഗരയിലേക്കാണ് പോയത്. ഇതാണ് മലേഷ്യയിലെ നാഷണൽ മോസ്ക് അഥവാ മസ്ജിദ് നഗാര. ഇതിനുള്ളിലേക്ക് എൻട്രി വേണമെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് ഡ്രസ്സ് ചെയ്യണം. എൻട്രൻസിൽ തന്നെ ഇതുപോലത്തെ ഡ്രസ്സ് വെച്ചിട്ടുണ്ടാവും. നമുക്ക് നമ്മളെ സൈസ് നോക്കി എടുത്തിട്ട് തിരിച്ചിറങ്ങുമ്പോൾ അവിടെ വെക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. നല്ല കാമായിട്ടുള്ളൊരു ആംബിയൻസ് ആയിരുന്നു. അവിടുത്തെ വ്യൂവും ഭയങ്കര രസമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. ഇതാണ് അവിടുത്തെ മെയിൻ പ്രെയർ ഹാൾ. ഇനി പോകുന്നത് കോലാലംപൂരിലെ കുറച്ച് ഹിസ്റ്റോറിക് ബിൽഡിങ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ദ വേൾഡ് 7 ടോളസ്റ്റ് ടവറിലേക്കാണ്. കോലാലംപൂർ ടവർ, കൊലോക്കിലി KL ടവർ എന്ന് പറയും. ഇവിടെ നമുക്ക് 360 ഡിഗ്രി വ്യൂ ഉണ്ട്. ഈ ബിൽഡിംഗ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. നെക്സ്റ്റ് സ്റ്റോപ്പ് പെട്രോണാസ് ട്വിൻ ടവർ. ഇതെന്താ ട്രെയിനിലെ അനൗൺസ്മെൻ്റ് ഒന്നല്ല ഇപ്പോൾ വിചാരിച്ച്. ഇനിയിപ്പോൾ അങ്ങനെ വിചാരിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഇവിടെ 88 ഫ്ലോർസും 5 ബേസ്മെൻറ്റ് ലെവൽസും ഉണ്ട്. പിന്നെ ഇത് കൺസ്ട്രക്ട് ചെയ്തത് കോൺക്രീറ്റും സ്റ്റീലും ഗ്ലാസും കൊണ്ടാണ്. മലേഷ്യ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും മൈൻഡിൽ ആദ്യം വരുന്നത് ഈ പെട്രോണാസ് ട്വിൻ ടവർ ആണല്ലോ. പിന്നെ ഇതാണ് വേൾഡ്സ് ടോളസ്റ്റ് ട്വിൻ ബിൽഡിംഗ്. എന്തായാലും ഇവിടെ പോവാതെ മലേഷ്യ കംപ്ലീറ്റ് ആവില്ലല്ലോ. ഇതിപ്പോൾ ഓപ്പൺ ആയിട്ട് 25 ഇയേഴ്സ് ആയി പോലും. സത്യം പറയാലോ, ഫസ്റ്റ് സൈറ്റിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു. ദേ സൈഡിൽ KL ടവറും കാണാം. മലേഷ്യയിൽ ഉണ്ടായിരുന്ന എല്ലാ ഡേയ്സും ഞാൻ ഓരോ 7-Eleven കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുന്ന് ഓരോരോ കുട്ടി കുട്ടി സാധനങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ. പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. മലേഷ്യൻ സ്പെഷ്യൽ തന്നെ ട്രൈ ചെയ്യാമെന്ന് വെച്ചു. എന്തായാലും എനിക്കിഷ്ടമായി.
നേരത്തെ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞില്ലേ, ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ. ഞാൻ പോകുന്നത് ബട്ടു കേവ്സിലേക്കാണ്. വേൾഡിലെ ഏറ്റവും വലിയ മുരുകന്റെ സ്റ്റാച്യു ആണ് ആ കാണുന്നത്. ഇവിടെ മേലെ ടെമ്പിളിലേക്ക് എത്താൻ 272 സ്റ്റെപ്സ് ആണ് കയറേണ്ടത്. അതിനുള്ളിലെത്തിയപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഏതോ ഒരു ടെമ്പിളിൽ പോയൊരു ഫീലായിരുന്നു. പിന്നെ രാവിലെയോ വൈകുന്നേരമാണ് ഇവിടെ ബെസ്റ്റ് ടൈം ടു വിസിറ്റ്. എന്തായാലും ഇവിടെ പോയപ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു. ഇനി നമ്മൾ കോലാലംപൂരിൽ നിന്ന് മാറിയിട്ട് ജെൻഡിങ് ഹൈലൻഡിലേക്കാണ് പോകുന്നത്. 13,000 ഏക്കറിലാണ് ഈ സ്ഥലം വരുന്നത്. കുറേ ഹോട്ടലും ഷോപ്പിംഗ് മാളും പിന്നെ ഔട്ട്ഡോർ തീം പാർക്കും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ഇത്. അത് മാത്രമല്ല, ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം നേടിയ ഫസ്റ്റ് വേൾഡ് ഹോട്ടലാണ്. അതായത് വേൾഡിലെ ഏറ്റവും കൂടുതൽ റൂംസ് ഉള്ള ഹോട്ടൽ ഇതാണ്. ഇതൊരു ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കേബിൾ കാറിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഇതൊന്നും പോരാണ്ട് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ? ദ ഓൺലി ലീഗൽ ലാൻഡ് ബേസ്ഡ് കസീനോ ഏരിയ ഇൻ മലേഷ്യ. അതായത് മലേഷ്യയിൽ ലൈസൻസ് ഉള്ള ഒരേ ഒരു കസീനോ ഇവിടെയാണ്. എന്താ അല്ലേ? അങ്ങനെ നല്ലൊരു ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ജെൻഡിങ് ഹൈലൻഡിനോട് ബായ് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വിട്ടു. പിന്നെ കുറച്ച് ഷോപ്പിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു ചായയും കുടിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി. ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ. ഇന്നും ഡിന്നറിന് മലേഷ്യൻ സ്പെഷ്യലാണ് കഴിച്ചത്. അടിപൊളിയായിരുന്നു.
അങ്ങനെ എൻ്റെ മലേഷ്യൻ ഡേയ്സ് അവിടെ കഴിഞ്ഞു. ഈ വീഡിയോ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലാന്ന് എനിക്കും അറിയാം. അത് വേറൊന്നും കൊണ്ടല്ല, ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം എൻജോയ് ചെയ്യണമെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. അതിനുശേഷമാണ് ഞാൻ വീഡിയോനെ പറ്റി ചിന്തിക്കുന്നത്. എന്തായാലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എടുക്കാൻ ഞാൻ ട്രൈ ചെയ്യാം. പിന്നെ മലേഷ്യയിൽ നിന്ന് ഞാൻ നാട്ടിലേക്കല്ല പോകുന്നത്, വേറൊരു കൺട്രിയിലേക്കാണ്. ഇവിടെ പോകാൻ ഞാൻ കുറച്ചധികം എക്സൈറ്റഡ് ആണ്. അപ്പോൾ ശരി, പെട്ടെന്ന് തന്നെ ആ വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.